ഇപ്പോൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ വിശദാംശങ്ങളുമായി മുഹമ്മദ് അസ്ഹർ ഉണ്ട്. അസ്ഹർ, എന്താണ് അവിടുത്തെ അവസ്ഥ? സുഹൈല, ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒടുവിലത്തെ ഔദ്യോഗിക കണക്കുകൾ നമുക്ക് ലഭിക്കുമ്പോൾ 70% പോളിംഗ് തിരുവനന്തപുരം മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2014 ഇത് 68%. കനത്ത പോളിംഗ് രാവിലെ മുതൽ തന്നെ ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ഇത്തരത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള തിരക്ക് വോട്ട് ചെയ്യാനെത്തുന്നവരുടെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ സാങ്കേതികമായി വോട്ട് ചെയ്യുന്നതിനുള്ള സമയം അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴും ചില ബൂത്തുകളിലെല്ലാം തന്നെ വോട്ട് ചെയ്യാൻ എത്തിയ ആളുകൾ ഇപ്പോഴും ക്യൂവിലുണ്ട്. എന്നാൽ അവർക്ക് കൂടി വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇനി വോട്ട് ചെയ്യാനായി 6 മണിക്ക് മുമ്പെത്തി കാത്തു നിൽക്കുന്നവർക്ക് കൂടി അവസരം നൽകുന്ന പ്രക്രിയയാണ് ഇനി നടക്കാനുള്ളത്. എന്തായാലും നമുക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉയർന്ന പോളിംഗ് തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. അതോടൊപ്പം തന്നെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു ആറ്റിങ്ങലും. LDF നിന്ന് UDF മണ്ഡലം പിടിക്കാൻ വേണ്ടി ശക്തമായ തന്നെ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ 3 മുന്നണികളും ശക്തമായി ഒപ്പത്തിനൊപ്പം പ്രചാരണ രംഗത്തുണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉയർന്ന പോളിംഗ് ആണ് ഇത്തവണ നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുഹൈല, ശരി. കൊല്ലത്ത് നിന്ന് ബിനിൽ സാബു കൂടി ചേരുകയാണ്. ബിനിൽ, വോട്ടെടുപ്പ് സമയം അവസാനിച്ചിരിക്കുന്നു. എന്താണ് കൊല്ലത്തെ അവസ്ഥ? സുഹൈല, തീർച്ചയായിട്ടും മറ്റു മണ്ഡലങ്ങളിൽ പോലെ തന്നെ മികച്ച പോളിംഗ് തന്നെയാണ് കൊല്ലം മണ്ഡലത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ പോളിംഗിനേക്കാൾ മുകളിലാണ് ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വോട്ടെടുപ്പിനുള്ള അവസാന സമയവും അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷവും മിക്ക ബൂത്തുകളിലും വലിയ ക്യൂ തന്നെ ദൃശ്യമാണ്. കാരണം ഇന്ന് രാവിലെ 7 മണിക്ക് കൃത്യം വോട്ടെടുപ്പ് പല കേന്ദ്രങ്ങളിലും തുടങ്ങാനായിരുന്നില്ല. പലയിടത്തും വിവിപാറ്റ് മെഷീനിലും അതോടൊപ്പം ഈ വോട്ടെടുപ്പ് യന്ത്രത്തിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാങ്കേതിക തകരാറ് മൂലം പലയിടത്തും വൈകിയിട്ടുണ്ട്. ഏകദേശം 15ഓളം ബൂത്തുകളിൽ 1 മണിക്കൂറോളം വൈകിയാണ് ഈ വോട്ടെടുപ്പ് ആരംഭിച്ചതും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നീണ്ട ക്യൂ പല ബൂത്തുകളിലും ദൃശ്യമാണ്. ഇവർക്ക് 6 മണിക്ക് മുമ്പ് ക്യൂ നിന്ന ആളുകൾക്ക് ടോക്കൺ കൊടുത്ത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാനുള്ള വോട്ട് ചെയ്യാനുള്ള അവസരം എന്തായാലും ഉണ്ടാകും. പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വലിയ അനിഷ്ട സംഭവങ്ങളോ അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടെങ്കിൽ കൂടി അഞ്ചൽ അഗസ്ത്യകോടിൽ ഒരു ചെറിയ തർക്കം UDF LDF തമ്മിലുണ്ടായിരുന്നു. എങ്കിലും അത് വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അവിടെ ഒരു ബൂത്ത് ഏജന്റിനെ കൂടുതൽ കോൺഗ്രസ് ഏജന്റിനെ കൂടുതൽ നിയോഗിച്ചു എന്ന പേരിലായിരുന്നു ചെറിയൊരു തർക്കമുണ്ടായത്. മറ്റൊന്ന്, ഇന്ന് രാവിലെ ഈ പട്ടത്താനം SNDP സ്കൂളിൽ കള്ളവോട്ട് ചെയ്തു എന്നുള്ളതാണ്. അവിടെ മഞ്ജു എന്ന യുവതിയുടെ പേരിൽ മറ്റൊരാൾ വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ഈ മഞ്ജുവിന് പിന്നീട് ടെൻഡർ വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് കൊല്ലത്ത് ഉണ്ടായത്. എന്തായാലും പോളിംഗ് അവസാനിച്ച 6 മണിക്ക് ശേഷവും നീണ്ട ക്യൂ ആണ് ഈ പറയുന്ന മിക്ക ബൂത്തുകളിലും കോഴിക്കോട് നിന്ന് KR സാജു ചേരുകയാണ്. സാജു, വോട്ടിംഗ് മെഷീനിലെ തകരാർ ധാരാളമായി കാണപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു കോഴിക്കോട്. ഇപ്പോൾ അവിടെ ക്യൂ ദൃശ്യമാണോ? നിരവധി പേർ ഇനിയും വോട്ട് ചെയ്യാനുണ്ടോ? സുഹൈല, നിരവധി പേർ ഇനിയും വോട്ട് ചെയ്യാനുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിന്റെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ നിരവധി പേർ, 100 കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ്. 6 മണിയോടുകൂടി ടോക്കൺ വാങ്ങി കാത്തിരിക്കുന്നവരെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സ്ത്രീകളടക്കമുള്ളവരുടെ നീണ്ട നിര കോഴിക്കോട്ടെ പോളിംഗ് ബൂത്തുകളിൽ ദൃശ്യമാണ്. ഇപ്പോൾ 71% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് കോഴിക്കോട്ടെ ഔദ്യോഗിക കണക്കായി ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നത്. ഇത് ഏതാണ്ട് 5:30 വരെയുള്ള സമയങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടിന്റെ കണക്കാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 79% വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് കോഴിക്കോട്. ഇപ്പോൾ നമുക്ക് ബൂത്തുകളിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ കൂടി ചേർത്ത് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ പോളിംഗിന് രീതിയിലുള്ള വലിയ പോളിംഗിലേക്ക് തന്നെ കോഴിക്കോടും പോകുന്നു എന്ന് പറയണം. കഴിഞ്ഞ തവണത്തെ പോളിംഗിലേക്ക് തന്നെ കോഴിക്കോടും എത്തും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത് വെള്ളിപറമ്പിലെ ഒരു പോളിംഗ് ബൂത്തിലാണ്. ഈ ബൂത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാനാവും, ടോക്കൺ വാങ്ങി 100 അധികം ആളുകളാണ് ഇവിടുത്തെ ഓരോ ബൂത്തിലും കാത്തു നിൽക്കുന്നത്. ഇത്തരത്തിൽ 4 ബൂത്തുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് തന്നെയാണ് ഏതാണ്ട്
ഏതാണ്ട് കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അവസ്ഥ, തീരദേശ മേഖലയിൽ നിന്നുള്ള അവസ്ഥ, ഒപ്പം കുന്നമംഗലം പോലുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലായിടത്തും തന്നെ ഇത്തരത്തിൽ കാത്തു നിൽക്കുന്നു. 6 മണിക്ക് മുമ്പ് ഈ കോമ്പൗണ്ടിലേക്ക് കയറിയ എല്ലാവർക്കും ഇപ്പോൾ ടോക്കൺ നൽകിയിട്ടുണ്ട്. ആ ടോക്കണിൻ്റെ അടിസ്ഥാനത്തിൽ 6 മണി വരെയും ഇങ്ങോട്ട് പ്രവേശിച്ച എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ നൽകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. കാസർഗോഡ് നിന്ന് ഷബീർ ഒമർ ചേരുകയാണ്. ഷബീർ, കാസർഗോട്ടെ പോളിംഗ് ശതമാനം എങ്ങനെയാണ്? വിവരങ്ങൾ. സോയില, വളരെ നല്ല മികച്ച പോളിംഗ് ശതമാനം തന്നെയാണ് കാസർഗോഡ് ഇതുവരെ. 5:30 വരെയുള്ള കണക്കനുസരിച്ച് 72.05% കാസർഗോഡ് ഇതുവരെയുള്ള 5:30 വരെയുള്ള കണക്കനുസരിച്ചുള്ള പോളിംഗ് ശതമാനം. കഴിഞ്ഞ തവണ 78.47% എന്തായാലും ഇത്തവണ അത് മറികടക്കുമെന്ന് എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും വളരെ വലിയ ആക്ഷേപമാണ് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മണ്ഡലത്തിലുടനീളം ഉണ്ടായത്. വോട്ടിംഗ് യന്ത്ര തകരാറും VVPAT യന്ത്രങ്ങൾ തകരാറും മൂലം വോട്ടെടുപ്പ് പലയിടങ്ങളിലും മണിക്കൂറുകളോളം മുടങ്ങി. രാവിലെ 6 മണിക്ക് തന്നെ ക്യൂവിൽ വളരെ ജനങ്ങളുണ്ടായിരുന്നു. എന്നാൽ വോട്ടിംഗ് യന്ത്ര തകരാർ മൂലം പല മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് ആരംഭിക്കാൻ വൈകി. 8 മണിക്ക് ശേഷമാണ് പല മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് ആരംഭിച്ചത്. ഇപ്പോഴും പല മണ്ഡലങ്ങളിൽ നിന്നും ആക്ഷേപം വരുന്നത് വോട്ടിംഗ് യന്ത്ര തകരാർ ഇല്ലാതെ തന്നെ ക്യൂ നിന്ന വോട്ടിംഗ് പ്രക്രിയ, ഈ പ്രൊസീജിയർ പൂർത്തിയാകാൻ സമയമെടുക്കുന്നു. ആളുകൾ വളരെയധികം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു. ഉച്ചയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതുവരെയും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപവും മണ്ഡലത്തിലുടനീളം വരുന്നുണ്ട്. മാത്രമല്ല, കൂടാതെ BJP ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. അവർക്ക് ശക്തിയുള്ള, അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്, അത് പരിശോധിക്കണമെന്നും മറ്റും കാണിച്ച് BJP ജില്ലാ പ്രസിഡന്റ് പരാതി നൽകുകയുണ്ടായി. കരിന്തളത്തും മലയോര മേഖലയിൽ കരിന്തളത്തും ബിരിക്കുളത്തും വോട്ടിംഗ് മഴയെ തുടർന്ന്, കനത്ത കാറ്റും മഴയെ തുടർന്ന് പോളിംഗ് നിർത്തിവെക്കേണ്ട സ്ഥിതിഗതി ഉണ്ടായി. ബിരിക്കുളത്ത് ഈ പോളിംഗ് പുനരാരംഭിച്ചു. കനത്ത കാറ്റിലും മഴയിലും ബിരിക്കുളത്തെ പോളിംഗ് ബൂത്ത് തകർന്നു വീഴുകയായിരുന്നു. ഇതിൽ 2 വനിതാ വോട്ടർമാർക്ക് പരിക്ക് പറ്റി. എന്നാൽ ഇപ്പോൾ പോളിംഗ് ബൂത്ത് മാറ്റി സ്ഥാപിച്ചാണ് പോളിംഗ് പുനരാരംഭിച്ചിരിക്കുന്നത്. അതുപോലെ കരിന്തളത്തും പോളിംഗ് പുനരാരംഭിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടാതെ വലിയ അക്രമ സംഭവങ്ങളൊന്നും മണ്ഡലത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒറ്റപ്പെട്ട ചെറിയ സംഭവങ്ങളില്ലാതെ ഒരു ബൂത്ത് ഏജന്റിനെ ആക്രമിച്ചതല്ലാതെ, കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റിനെ ആക്രമിച്ചെന്ന പരാതി ഉയർന്നിരുന്നു. ഇതല്ലാതെ വലിയ അക്രമ സംഭവങ്ങളൊന്നും ഇതുവരെ കാസർഗോഡ് മണ്ഡലത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും 6 മണിക്ക് ശേഷവും എല്ലാ മണ്ഡലത്തിലുടനീളം, പ്രത്യേകിച്ച് മഞ്ചേശ്വരം പോലെയുള്ള മേഖലകളിൽ വളരെ വലിയ ക്യൂ ആണ് 6 മണിക്ക് ശേഷവും കാണപ്പെടുന്നത്. കോട്ടയം, ഇടുക്കി മണ്ഡലങ്ങളിലെ വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, എത്രത്തോളം വലിയൊരു പോളിംഗ് അവിടെ ദൃശ്യമാവുന്നുണ്ട്? സമയം കഴിഞ്ഞതിന് ശേഷവും വോട്ട് ചെയ്യാൻ ആളുകളുണ്ടോ? ടോക്കൺ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇടുക്കിയിലും കോട്ടയത്തും കനത്ത പോളിംഗ് തന്നെയാണ് ഇന്ന് നടന്നത്. രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയത്താണ് പോളിംഗ് ശതമാനം വളരെ ഉയർന്നു നിന്നത്. രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയത്താണ് പോളിംഗ് ശതമാനം വളരെ ഉയർന്നു നിന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി ഈ പോളിംഗ് ശതമാനം നേരിയ തോതിൽ കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 71% കഴിഞ്ഞിരിക്കുന്നു ഇടുക്കിയിലും കോട്ടയത്തും. ഇത് വലിയ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും കാണുന്നത്. പോളിംഗ് ശതമാനം ഉയർന്നത് നോക്കുകയാണ്. കഴിഞ്ഞ വർഷം കോട്ടയം മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 71.6% വോട്ടാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി 71.8-ലേക്കും ഇത് അവസാനത്തെ കണക്കല്ല, ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ കണക്ക് അപ്ഡേറ്റ് ആയി വരുമെന്നാണ് നമ്മളെ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 71.7 എന്നുള്ളത് അത് ഇനിയും കോട്ടയത്ത് ഉയരാനുള്ള സാധ്യതയുണ്ട്. ചില സ്ഥലങ്ങളിൽ മഴയെ തുടർന്ന് നെറ്റ്വർക്ക് തകരാറുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഈ ഫലം, വോട്ടിംഗ് ശതമാനം നമുക്ക് ലഭ്യമാകാത്തത്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലെയും കോട്ടയത്തെയും ഈ പോളിംഗ് ശതമാനം 71 എന്നുള്ള പോളിംഗ് ശതമാനം ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. അതായത് മുൻ വർഷം, അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 70.69%-ഓളമായിരുന്നു ഇടുക്കിയിലെ പോളിംഗ് ശതമാനം. അത് 71-ലേക്ക് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ കോട്ടയത്തെ 71.69 എന്ന പോളിംഗ് ശതമാനം അതിൽ നിന്നും വർദ്ധിച്ച് 71.8-ലേക്കും അതിലും കൂടാനുള്ള സാധ്യതകളുമാണ് നിലനിൽക്കുന്നത്. എന്തായാലും വലിയൊരു കനത്ത പോളിംഗ് തന്നെയാണ് ഇടുക്കിയും കോട്ടയം അടക്കമുള്ള മധ്യകേരളത്തിലെല്ലാം തന്നെ ഉണ്ടായത് എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്. എന്തായാലും അവസാനം തോമസ് ഉണ്ട് ആലപ്പുഴയിലെയും മാവേലിക്കര മണ്ഡലങ്ങളിലെ വിവരങ്ങൾ നൽകാൻ. വിവരങ്ങൾ എന്താണ്?
ആലപ്പുഴയിലും മാവേലിക്കരയിലും ശക്തമായ രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. രാവിലെ മുതൽ തുടർന്ന് വന്നിരുന്ന ആ ഒരു തിരക്ക് അവസാന സമയത്ത് വരെ ഉണ്ടാകുന്നൊരു സാഹചര്യം. ആലപ്പുഴയിലെ വിവിധ കേന്ദ്രങ്ങളെല്ലാം തന്നെ 6 മണിക്ക് ശേഷവും നീണ്ട ക്യൂ അനുഭവപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ഇവർക്കെല്ലാം തന്നെ ടോക്കൺ നൽകിക്കൊണ്ട് തന്നെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ആലപ്പുഴയിൽ നിന്നും നൽകാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ മാവേലിക്കരയിലുമുള്ളത്. ഒപ്പം തന്നെ ഈ വോട്ടിങ്ങിൻ്റെ ഈ ശതമാന കണക്കുകൾ നോക്കുകയാണെങ്കിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഇത്തവണ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. വലിയ തോതിലുള്ള ഒരു പോളിംഗ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ 75% മുകളിലേക്ക് പോളിംഗ് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 75.2 എന്ന കണക്കാണ് ഇപ്പോൾ 6 മണി വരെയുള്ള പോളിംഗിൻ്റെ ശതമാന കണക്ക് വെച്ച് നോക്കുമ്പോൾ ഉള്ളത്. നമുക്കറിയാം കഴിഞ്ഞ തവണ 78 നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മറികടക്കുന്ന തരത്തിലേക്കുള്ള പോളിംഗ് ഇത്തവണ ആലപ്പുഴയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യം കണക്കെടുത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലായിടത്തും തന്നെ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഇതേ സമാനമായിട്ടുള്ള സാഹചര്യം മാവേലിക്കരയിലും അനുഭവപ്പെടുന്നുണ്ട്. മാവേലിക്കരയിലും 70% മുകളിലേക്ക് പോളിംഗ് എത്തുന്നൊരു സാഹചര്യം. 71.08 എന്ന നിലയിലേക്ക് മാവേലിക്കരയിലെ പോളിംഗും എത്തിയിരിക്കുന്നു. ഇപ്പോഴും അവിടെയും മാവേലിക്കരയിലും പല ബൂത്തുകളിലും ഇപ്പോഴും ഈ പോളിംഗ് പൂർത്തിയാവാത്തൊരു സാഹചര്യമുണ്ട്. അവർക്കെല്ലാം തന്നെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ടോക്കൺ നൽകിക്കൊണ്ട് തന്നെ അവരുടെ സമ്മതിദാനാവകാശം നിർവഹിക്കുന്നുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പറയുകയാണെങ്കിൽ എല്ലാ മണ്ഡലങ്ങളും, അതായത് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 70% കടന്നിരിക്കുന്നു പോളിംഗ് ശതമാനം.